ഒരു പെണ്ണായിട്ട് പോലും ഇങ്ങനെ പിന്നെ കുക്കിംഗ് അറിയില്ല എന്ന് പറയാൻ നാണമില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരാൾ വീട് വെക്കുക എന്ന് പറയുന്നത് അയാളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യമല്ലേ. അപ്പോൾ എൻ്റെ ലൈഫിൽ ഈ ഒരു യൂട്യൂബ് വരുമാനം കൊണ്ട് മാത്രം ഞങ്ങൾ പണിത ഒരു വീടാണിത്. ചേച്ചി ഡെയിലി കുളിച്ചിട്ട് മാത്രമേ അടുക്കളയിൽ കയറുള്ളൂ, അങ്ങനത്തെ നിർബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. സുഖമില്ല, നല്ല ജലദോഷവും ചുമയൊക്കെയാണ്, അതുകൊണ്ട് ശബ്ദത്തിനൊക്കെ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ താമസിച്ചാണ് എഴുന്നേറ്റത്. പിന്നെ കുഞ്ഞൂസിന് ഇന്ന് ക്ലാസ് ഇല്ല കേട്ടോ, പണിമുടക്കൊക്കെ ആയതുകൊണ്ട് വണ്ടിയൊന്നും ഇല്ല, അതുകൊണ്ട് ക്ലാസ്സിലേക്ക് വിട്ടില്ല. പിന്നെ എന്നും രാവിലെ എഴുന്നേറ്റിട്ട് ഇവിടെ വന്ന് നിൽക്കില്ല, ഇപ്പോൾ ഒരു ശീലമായി കേട്ടോ. മഴയത്ത് എന്തെങ്കിലും ഇടിഞ്ഞു പോകും അങ്ങനെയൊക്കെ നോക്കാനാണ് എല്ലാ ദിവസവും എഴുന്നേറ്റ് അവിടെ നോക്കുന്നത്. ഇപ്പോൾ അതൊരു ശീലമായി. അപ്പോൾ എന്തായാലും പുറത്തിറങ്ങിയപ്പോൾ ബാക്ക് വശത്തൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇലയൊക്കെ വീണ് കിടക്കുന്നത്. അപ്പോൾ അതൊന്ന് അടിച്ചു വാരിയിട്ട് അകത്ത് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് അട്ട ഉണ്ടാവലുണ്ട്. നന്നായിട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും അല്ല, എങ്കിലും ഒരു 2-3 ഡെയിലി കാണാറുണ്ട് കേട്ടോ. തൊട്ട് അപ്പുറത്തെ പറമ്പിൽ അത്യാവശ്യം കാടുണ്ട്, അപ്പോൾ അവിടെ നിന്ന് കയറി വരുന്നതാണ്. അപ്പോൾ ഡെയിലി നമ്മളിങ്ങനെ മുറ്റടിച്ച് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ ഇലയൊക്കെ വന്ന് കിടക്കുമ്പോൾ അട്ട കൂടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഡെയിലി ഞാൻ മുറ്റടിക്കും. ഫ്രണ്ടിലൊന്നും അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇലകളും കാര്യങ്ങളും ഒന്നും, മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇലകളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അട്ടേനെ കണ്ട സ്ഥിതിക്ക് ഞാൻ എല്ലാവിടെയും ഒന്ന് അടിച്ചു കൊടുത്തു. പിന്നെ എനിക്ക് നല്ല രീതിയിൽ വയ്യായിക ഉണ്ട് കേട്ടോ. മേലും കൈയൊക്കെ നല്ല വേദനയും കാര്യങ്ങളൊക്കെയാണ്. കഫക്കെട്ട് കൂടിയിട്ടാന്ന് തോന്നുന്നു. പുറവും കഴുത്തൊക്കെ നല്ല വേദനയാണ്. അപ്പോൾ ഏട്ടൻ ചീത്ത പറയുന്നുണ്ട് കേട്ടോ, ഈ തണുപ്പത്ത് നിന്നിട്ട് പുറത്തുനിന്ന് അടിച്ച് വരണ്ടെന്ന് പറഞ്ഞിട്ട് ചീത്ത പറയുന്നുണ്ട്. പിന്നെ എനിക്ക് ആദ്യമൊക്കെ അട്ട ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. പേടിയല്ല, കല്യാണത്തിന് മുമ്പ് സത്യം പറഞ്ഞാൽ ഞാൻ അട്ടേനെ കണ്ടിട്ടില്ല. നമ്മൾ പഠിക്കുമ്പോൾ ഉള്ള എന്താ പറയുക, പ്ലസ് ടുവിൽ നമ്മൾ ഇതിൽ ചിത്രത്തിൽ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ അട്ടേനെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. പക്ഷെ ഇവിടെ വന്നിട്ട് എനിക്കിപ്പോഴും ഓർമ്മ, നമ്മൾ കല്യാണം കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഞാൻ അമ്മയുടെ കൂടെ ഒരു അമ്പലത്തിൽ പോയിട്ടോ. അമ്പലത്തിൽ പോകുമ്പോൾ ഒരു കാടിൽ വഴി കൂടെ ഇറങ്ങി പോണേ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കാലിൽ 2-3 അട്ട ഒന്നിച്ചങ്ങോട്ട് കയറിയിട്ട്, അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ അട്ടയെ കാണുന്നത്. അന്ന് ഞാനിങ്ങനെ കാറിക്കൂവി കാലിൽ എന്താ പറയുക, ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോന്ന് വെച്ച് കാലങ്ങ് നീട്ടി പിടിക്കും കേട്ടോ. പക്ഷെ ഇപ്പം അങ്ങനെ വന്ന ഞാനിപ്പോൾ അട്ടേനെയൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് സിമ്പിളാണ് കേട്ടോ. അട്ടയൊന്നിട്ട് എടുത്ത് മാറ്റി കളയുന്ന സ്ഥിതിയായി കേട്ടോ. കാരണം അട്ടേനെ കണ്ട് ഇപ്പം ഞങ്ങൾക്ക് ശീലമായി. അപ്പോൾ പുറത്തത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ മുട്ട വേവാൻ വെക്കുകയാണ് കേട്ടോ. ഇന്ന് ചപ്പാത്തി മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. മുട്ടക്കറി എൻ്റെ പ്ലാനിൽ ഇല്ലാത്തൊരു സംഭവമായിരുന്നു. അപ്പോൾ ഞാനിന്ന് വിചാരിച്ച ചപ്പാത്തി ഉണ്ടാക്കാം, പിന്നെ വയ്യല്ലോ, അപ്പോൾ കുഞ്ഞൂസ് പഞ്ചസാര കൂട്ടി കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളും അങ്ങനെ കഴിക്കായിരുന്നു, അത് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് കുഞ്ഞൂസ് ചോദിച്ച് ഇന്ന് മുട്ടക്കറിയും ചപ്പാത്തി ഉണ്ടാക്കി തരുമോ എന്നുള്ളത്. പിന്നെ അവൻ അങ്ങനെ ചോദിക്കുന്നതാണ് വിഷമം തോന്നിയിട്ടോ. പിന്നെ അവൻ പറഞ്ഞു അമ്മയ്ക്ക് വയ്യെങ്കിൽ വേണ്ടമ്മേ, ചപ്പാത്തി മാത്രം ഉണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞു. പിന്നെ അവൻ ചോദിച്ചോണ്ട് ഞാൻ എന്തായാലും ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചിട്ട് ചപ്പാത്തി മുട്ടക്കറിയാണ് കേട്ടോ ഇന്ന് രാവിലെ. പിന്നെ മുട്ടക്കറി ഞാൻ തേങ്ങാപ്പാൽ എടുത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. തേങ്ങ അരച്ചിട്ട് ഉണ്ടാക്കലുണ്ട്, പക്ഷെ എനിക്ക് എന്തോ അത്ര ഇഷ്ടമല്ല. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഒരുപാട് തേങ്ങാപ്പാലൊന്നും എടുക്കൂല. ഇപ്പോഴത്തെ തേങ്ങയുടെ വില അനുസരിച്ച് തേങ്ങയുടെ ഉപയോഗവും വെളിച്ചെണ്ണയുടെ ഉപയോഗമൊക്കെ ഞാനിപ്പോൾ കുറച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് കറി വെക്കുമ്പോൾ കൂടുതൽ വെളിച്ചെണ്ണയും എല്ലാ സാധനങ്ങളും കുറച്ച് കൂടുതലാണ് കേട്ടോ ഞാൻ എടുക്കല്. പക്ഷെ ഇപ്പം എല്ലാം ഞാൻ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. തേങ്ങാപ്പാലും കുറച്ച് എടുക്കുള്ളൂ കേട്ടോ. ഒരു അരക്കപ്പൊന്നും ഇല്ല കേട്ടോ. ആ ഒരു കപ്പിന് ഒരു 1/4 കപ്പ് പിന്നെ തേങ്ങാപ്പാൽ എടുക്കും. അരിപ്പേ തന്നെ എടുക്കും കേട്ടോ. തുണിയിൽ പിഴിഞ്ഞെടുക്കാനൊന്നും നിൽക്കില്ല. കുറച്ച് തേങ്ങ എടുത്തിട്ട് ചൂടുവെള്ളം ഒഴിച്ച് അരച്ചിട്ട് പിന്നെ എന്താ പറയുക, നമ്മുടെ ചായ അരിക്കുന്ന അരിപ്പയില്ലേ അതിനകത്ത് തന്നെ ഞാനിങ്ങനെ ഇതാക്കി എടുക്കും കേട്ടോ. പിന്നെ കഴിഞ്ഞ ഏതൊരു വ്ളോഗിൽ എന്നോട് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അജി ഇങ്ങനെ സിങ്കിൽ ഇങ്ങനെ വേസ്റ്റ് ഒന്നും ഇടല്ലേ. വേസ്റ്റ് അല്ല, ഞാനിങ്ങനെ ഉള്ളിയുടെ തോലൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ട് സിങ്കിൽ ഇടുമായിരുന്നു കേട്ടോ. അങ്ങനെ ഇടല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മുറോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിയിട്ട് ഇടാ അജി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിനി അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം മേടിക്കട്ടെ. എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഒരു സാധനവും ഇല്ല, ഇത് ഇടാനുള്ള ഒരു സംഭവങ്ങളും ഇല്ല. അപ്പോൾ ഞാനിപ്പം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തായാലും ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാനത് ശ്രദ്ധിക്കാട്ടോ. നമ്മളതൊക്കെ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളായിരിക്കും. നിങ്ങളാണ് കേട്ടോ എനിക്ക് ഓരോന്നും പറഞ്ഞു തരുന്നത്. പിന്നെ ഞാൻ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ആഴ്ചയായിരുന്നു കേട്ടോ ഞാൻ ചലഞ്ചൊക്കെ പ്ലാൻ ചെയ്ത് എന്താ പറയുക, വീഡിയോസൊക്കെ കറക്റ്റ് എടുത്ത് വെക്കണം, ഇത്ര വീഡിയോസ് വെച്ച് എടുക്കണം, കറക്റ്റ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിലാണ് ജലദോഷം വന്നത്. നമ്മുടെ ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ജലദോഷം പിടിച്ചത്. അപ്പോൾ എനിക്ക് ജലദോഷം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ദേഷ്യം വരുമെന്ന് എനിക്കറിയാം. കാരണം ചലഞ്ചിന് വേണ്ടിയിട്ട് കുറേ ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ എന്തായാലും ചലഞ്ച് ചെയ്യും കേട്ടോ. ഇപ്പം എന്തായാലും ഇപ്പോൾ ഒരു ജൂലൈ പകുതിയൊക്കെ ആവാറായില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ കർക്കിടക മാസം സ്റ്റാർട്ട് ചെയ്യാനായി. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കർക്കിടകം 1-ാം തീയതി തൊട്ട് നമ്മുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ആരോഗ്യം ഒന്ന് ഓക്കെ ആവും. അല്ലെങ്കിൽ എനിക്ക് പാക്ക് മാത്രം കാണിച്ചു തരാം, പക്ഷേ അറിയാലോ ഞാൻ എപ്പോഴും എൻ്റെ മുടിയിൽ ഞാൻ ഇട്ട് കാണിച്ചു തരുന്നതാണ്, എല്ലാ വീഡിയോസിലും ഞാൻ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ എന്തായാലും നമുക്ക് കർക്കിടകം 1 മുതൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇന്ന് ഒരുപാട് സമയം വൈകിട്ട്, ഞാൻ പറഞ്ഞില്ല എഴുന്നേറ്റത് തന്നെ വൈകിട്ടാണ്. അപ്പോൾ ഇന്നിപ്പോൾ മുട്ടക്കറി പ്ലാനിൽ ഇല്ലാത്ത കാരണം അതും കൂടി വന്നതുകൊണ്ട് എനിക്ക് ഇന്ന് ഒട്ടും സമയമില്ല. ഇപ്പം തന്നെ സമയം ഏകദേശം 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് എന്തായാലും ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ 10 മണിയൊക്കെ ആവും കേട്ടോ. കുഞ്ഞൂസിൻ്റെ അതിൻ്റെ ഇടയിൽ ഞാൻ 2 ബിസ്ക്കറ്റൊക്കെ കൊടുത്തു. രാവിലെ അങ്ങനെ ബിസ്ക്കറ്റ് ഒന്നും കൊടുക്കാത്തതാണ്. പിന്നെ ആ ഒരു 10 മണി സമയം വരെ പിടിച്ചു നിർത്താൻ വേണ്ടി ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏട്ടൻ എന്നെ സാധാരണ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇങ്ങനെ അടുക്കളയിൽ ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും ഏട്ടൻ വന്ന് സഹായിക്കാറുണ്ട്. ഞങ്ങൾ രണ്ടും കൂടി ഒന്നിച്ചാണ് കേട്ടോ ചെയ്യുക. കുഞ്ഞൂസിനും പറ്റുന്ന പോലെ കുഞ്ഞൂസും ചെയ്യും. പിന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ മാത്രം ഏട്ടൻ വരാറില്ല കേട്ടോ. പിന്നെ ഇന്ന് എനിക്ക് വയ്യാത്തതുകൊണ്ട് ഏട്ടൻ വീഡിയോയിലാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഏട്ടന് മുട്ടക്കറി
പിന്നെ മുട്ടക്കറി അല്ല, ഉള്ളി വഴറ്റാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ വേഗം ചപ്പാത്തിയുടെ പരിപാടികൾ നോക്കുകയാണ് കേട്ടോ. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കൽ എനിക്ക് വലിയ വിഷയമില്ലാത്ത കാര്യമാണ്. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കൽ എക്സ്പെർട്ടാണ് കേട്ടോ. ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുവിൻ്റെ ദേശീയ ഭക്ഷണം എന്ന് പറയുന്നത് ചപ്പാത്തിയും മുട്ടക്കറിയാണ്. അതുകൊണ്ട് എനിക്ക് ആദ്യം മുതലേ എനിക്ക് തോന്നുന്നു അവനൊരു 3 വയസ്സ് 4 വയസ്സ് ആ ഒരു സമയം മുതലേ ആള് ചപ്പാത്തിയാണ് മെയിനായിട്ട് ആള് കഴിക്കുക കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കുമെങ്കിലും കൂടുതലായിട്ടും ചപ്പാത്തിയാണ്. ഇപ്പം സ്കൂളിലേക്ക് പോകുമ്പോൾ രാവിലെ ചപ്പാത്തി, വൈകുന്നേരം വരുമ്പോൾ ചപ്പാത്തി കൊടുത്താൽ ആള് ഹാപ്പിയാണ്. അപ്പം ചപ്പാത്തി ഉണ്ടാക്കൽ എനിക്ക് വലിയ വിഷയമില്ല, പെട്ടെന്ന് ആക്കിയെടുക്കും. പിന്നെ ഒരുപാട് ചപ്പാത്തി വേണ്ടല്ലോ, ഞങ്ങൾ 3 പേരല്ലേ, അപ്പോൾ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഞാൻ കുറച്ച് നെയ്യൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞൂസിന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നെയ്യ് ഡയറക്റ്റ് കൊടുത്താൽ, ഡയറക്റ്റ് അല്ല എന്തെങ്കിലും വേറെ ഇതിൽ കൊടുത്താൽ അവൻ കഴിക്കില്ല. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ചപ്പാത്തിയിൽ മാവ് കുഴക്കൂലേ, അതിനകത്തേക്ക് 1 സ്പൂൺ നെയ്യ് ചേർക്കും കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ആദ്യമൊക്കെ സമയമുള്ള സമയത്ത് അവന് വേറെ ചപ്പാത്തി ഉണ്ടാക്കും, ഒരു 3 ചപ്പാത്തിയോ 2 ചപ്പാത്തിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കും. അപ്പോൾ ഒരു സ്പൂൺ നെയ്യൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത് മൊത്തമായിട്ട് അവൻ്റെ ഉള്ളിൽ ചെല്ലട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു കേട്ടോ. ഇപ്പം ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് എല്ലാവരും കൂടി ഒന്നിച്ചാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാൻ ചപ്പാത്തിക്കുള്ളത് വേഗം കുഴച്ച് വെച്ചിട്ട് മുട്ടക്കറിയുടെ പരിപാടി നോക്കുകയാണ് കേട്ടോ. മുട്ടക്കറി ഞാൻ അങ്ങനെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ വെക്കുക. എല്ലാവരും ഇങ്ങനെയാണ് വെക്കാന്നൊന്നും എനിക്കറിയില്ല. ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചി ആദ്യം ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ പച്ചമുളകും ആദ്യം ഞാനൊന്ന് വഴറ്റിയെടുക്കും കേട്ടോ. അതിനകത്തേക്ക് പിന്നെ പൊടികളെല്ലാം ചേർക്കും. ഞാൻ അതിനകത്ത് കുറച്ച് മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാലയോ ചേർക്കും കേട്ടോ. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് ഗരം മസാലയും പിന്നെ നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് ഇതാക്കി പിന്നെ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കും കേട്ടോ. തക്കാളി ഇട്ട് വഴറ്റി കഴിഞ്ഞിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കും. തേങ്ങാപ്പാൽ 1-ാം പാല് 2-ാം പാലൊന്നും ഇല്ല കേട്ടോ, ഒറ്റ പാലേ ഒഴിക്കലുള്ളൂ. എന്നിട്ട് തിളയ്ക്കുന്നതിന് മുമ്പ് ഓഫ് ചെയ്ത് വെക്കും കേട്ടോ. പിന്നെ മുട്ട ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, ഞാനിങ്ങനെ പുഴുങ്ങാൻ ഇടുമ്പോഴത്തേക്ക് മുട്ട പൊട്ടി പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് സമയം പുറത്തൊക്കെ വെച്ചിട്ട് നമ്മൾ പുഴുങ്ങണം തോന്നും കേട്ടോ. ഞാൻ ഡയറക്റ്റ് എടുത്ത് സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ, ഞാൻ ഡയറക്റ്റ് എടുത്തിട്ട് അങ്ങനെ പുഴുങ്ങാൻ വെക്കലുണ്ട്. പിന്നെ എൻ്റെ ശബ്ദം അറിയാലോ, ജലദോഷം ആയതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് നല്ല ശ്വാസപ്രശ്നമുണ്ട്. അല്ലെങ്കിലേ ഞാൻ സംസാരിക്കുമ്പോൾ സ്പീഡാണ്, ശ്വാസം മുട്ടുന്ന പോലെ ഉണ്ടെന്ന് എല്ലാവരും പറയലുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ചും കൂടി കൂടുതലുണ്ടാവും, ക്ഷമിക്കുക കേട്ടോ. അപ്പം അങ്ങനെ എൻ്റെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ആ സമയം കൊണ്ട് ഞാൻ ചപ്പാത്തിക്കുള്ള റെഡിയാക്കുകയാണ്. ചപ്പാത്തി ഞാൻ എണ്ണി എടുക്കുകയാണ് കേട്ടോ. കുഞ്ഞൂസ് അപ്പുറത്തുനിന്ന് പറയുന്നുണ്ട് 1, 2 എനിക്ക് 2 അമ്മയ്ക്ക് 1 അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ചപ്പാത്തി പലക വാങ്ങിച്ചു കേട്ടോ. ഞാൻ കുറച്ച് ദിവസമായി ചപ്പാത്തി പലക വാങ്ങിച്ചിട്ട്. ചപ്പാത്തി ഉണ്ടാക്കുന്ന ദിവസങ്ങളിലൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നല്ല ചപ്പാത്തി പലകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് പറ്റിയ എന്താണെന്ന് വെച്ചാൽ കാണാൻ ഭംഗി നോക്കിയിട്ട് ഞങ്ങളിങ്ങനെ ഈ ഒരു കളർ, ഇപ്പം കാണുന്ന കളറില്ലേ, ആ കളർ ചപ്പാത്തി പലക വാങ്ങിച്ചു. പക്ഷേ 2-3 ദിവസം ഞങ്ങൾ ഇതിട്ട് തിളപ്പിച്ച് കഴുകിയിട്ടൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ കളറൊന്ന് പോയി കിട്ടിയത്. എനിക്കറിയില്ലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഇങ്ങനെ പലക ഇങ്ങനെ കളർ ഇളകുന്നുള്ള കാര്യം അറിയില്ലായിരുന്നു കേട്ടോ. മരത്തിൻ്റെ നല്ല രസമുള്ളത് ഉണ്ടായിരുന്നു, വേറെ ഇങ്ങനെ എന്താ പറയുക കളർ അടിക്കാത്തതായിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കളർ കണ്ടപ്പോൾ ഇത് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ. പക്ഷേ 2 ദിവസം ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ട് തിളപ്പിച്ച് നന്നായിട്ട് കഴുകി എടുത്തുകൊണ്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എൻ്റെ ചപ്പാത്തിക്ക് അങ്ങനെ കറക്റ്റ് റൗണ്ട് അങ്ങനത്തെ ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ടേസ്റ്റ് എന്തായാലും ഉണ്ടാവുമെന്ന് എനിക്കറിയാം, പക്ഷെ അങ്ങനെ റൗണ്ട് ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ റൗണ്ട് ആക്കാൻ ശ്രമിക്കാറുമില്ല കേട്ടോ. പരമാവധി എന്താ പറയുക വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക, അത്ര മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. പിന്നെ ചപ്പാത്തി പലക പോലെ തന്നെ ഞാൻ കഴിഞ്ഞ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗിൽ ഞാൻ കുറേ തവികൾ കാണിച്ചില്ലായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളോട് കമൻറ്റിൽ. ഞാനത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതും കുറച്ച് കളറൊക്കെ ഇളകുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ മരത്തിൻ്റെ എല്ലാ സംഭവങ്ങളും ഒരു കോട്ട് ഇത് കളർ ചെയ്തിട്ടാണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എനിക്ക് അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ നമ്മൾ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തിളപ്പിക്കുക അല്ലെങ്കിൽ നന്നായിട്ട് തിളപ്പിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ കളറൊക്കെ പോയി കിട്ടും കേട്ടോ. അങ്ങനെ ചപ്പാത്തിക്ക് ഞാൻ വേഗം പരത്തി വെച്ചിട്ട് വേഗം ഉള്ള കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ അപ്പം തന്നെ കഴുകും കേട്ടോ. പിന്നെ ഇന്ന് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഇടുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അപ്പം തന്നെ എല്ലാ പാത്രങ്ങളും കഴുകി വെക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ അത് ഞാൻ എൻ്റെ വീട് നിങ്ങൾക്ക് കാണിച്ചു തന്നാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. ഞാൻ എന്തുകൊണ്ടാണ് എന്തെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ എല്ലാ പാത്രങ്ങളും കഴുകി വെക്കുന്നതെന്നുള്ളത് ഞാൻ എൻ്റെ ഹോം ടൂറൊക്കെ കാണിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ല ഇവിടെ, അതുകൊണ്ടാണ് ഞാൻ അപ്പം തന്നെ എല്ലാ പാത്രങ്ങളും ഇങ്ങനെ എല്ലാം വലിച്ചു വാരി ഏത് സമയം അങ്ങനെ ഇടാൻ വേണ്ടി പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ചപ്പാത്തി എണ്ണയാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ചപ്പാത്തി ചൂടുക. നമ്മുടെ സൺഫ്ലവർ ഓയിലില്ലേ, അത് ഞാൻ കുറച്ച് മേലെ ആക്കി കൊടുക്കൂട്ടോ. എപ്പോഴും ഞാൻ അങ്ങനെയാണ് ചൂടുക. പിന്നെ എണ്ണ ആക്കാതെ ചുടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്തോ ടേസ്റ്റ് അങ്ങനെ വലിയതായിട്ട് തോന്നിയില്ല. പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെ എണ്ണ ആക്കാതെ ചുട്ട് നോക്കിയിട്ട്, നമ്മളിങ്ങനെ എണ്ണ ആക്കിയിട്ട് ചുടുന്ന സമയത്ത് ചപ്പാത്തി അങ്ങനെ വലിയ രീതിയിൽ പൊന്തി വരില്ലല്ലോ, പക്ഷെ ചപ്പാത്തി സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ ഇന്ന് അത്യാവശ്യം നെയ്യൊക്കെ ഇട്ടിട്ടാണ് ചപ്പാത്തി കുഴച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ ഒരുപാട് ഓയിൽ ഒഴിക്കുന്നതല്ലേ വെച്ചാൽ ആദ്യത്തെ ഒരു ചപ്പാത്തി മാത്രം കുറച്ച് എണ്ണയാക്കിയിട്ട് ചുട്ടോക്കി, ബാക്കിയുള്ള ചപ്പാത്തി ഞാൻ എണ്ണയാക്കാതെ ഒന്ന് ചുട്ടോക്കിയിട്ട് അപ്പോൾ നല്ല രീതിയിൽ ചപ്പാത്തി ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് എണ്ണയാക്കാതെ ചുടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇനി ഇങ്ങനെ ചുടാന്നാണ് കേട്ടോ തീരുമാനിച്ചത്. പിന്നെ കുഞ്ഞൂസിന് ചപ്പാത്തി അല്ലാണ്ട് പൂരി ഇഷ്ടമാണ് കേട്ടോ. പൂരി ഉണ്ടാക്കി കൊടുത്താലും കഴിക്കും. കുഞ്ഞു പൂരിയില്ലേ, ഞാൻ അങ്ങനെ മൈദ കൊണ്ട് ഉണ്ടാക്കലില്ല, ഗോതമ്പ് പൊടി കൊണ്ട് തന്നെ ഞാൻ പൂരി ഉണ്ടാക്കി കൊടുക്കലുണ്ട്. അപ്പോൾ അത് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റൂല, എണ്ണയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്ക ദിവസവും ചപ്പാത്തിയാണ് ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. പിന്നെ ചിലവരിങ്ങനെ അടുപ്പിൽ ഇങ്ങനെ വെച്ചിട്ട് ഡയറക്റ്റ് ഇങ്ങനെ ചപ്പാത്തി
ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ചപ്പാത്തി എല്ലാം ഞാൻ വേഗം ചുട്ടെടുത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങൾ കഴുകാണ് കേട്ടോ. അല്ലെങ്കിൽ ചായ കുടിച്ച് വരുമ്പോഴത്തേക്ക് എൻ്റെ കൺട്രോളിൽ ഒതുങ്ങാത്ത രീതിയിൽ പാത്രങ്ങളാവും. അപ്പോൾ ഞാൻ ഒരു വിധം ഒന്ന് കഴുകി വെക്കൂട്ടോ. അപ്പോൾ ചായക്ക് വെള്ളം വെക്കുന്ന ചായ തിളയ്ക്കുന്ന ആ ഒരു സമയം കൊണ്ട് ഞാൻ വേഗം പറ്റുന്ന അത്രയും പാത്രങ്ങൾ കഴുകൂട്ടോ. എനിക്ക് പാത്രങ്ങൾ ഇങ്ങനെ കൂടിക്കിടക്കുക എന്നുള്ളത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭ്രാന്ത് വരും കേട്ടോ. ഒന്നാമത് വയ്യാതെയും കൂടി ഇരിക്കുന്നതുകൊണ്ട് പറ്റൂല കേട്ടോ. അതുകൊണ്ട് ഞാൻ പറ്റുന്ന അത്രയും പാത്രങ്ങളൊന്ന് വേഗം കഴുകി വെച്ചിട്ട് ആ സമയം കൊണ്ട് ചായക്കും കൂടി വെള്ളം വെക്കുകയാണ് കേട്ടോ. പിന്നെ ആദ്യമൊക്കെ ആവുമ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ആവുമ്പോൾ വയ്യെങ്കിലും നമുക്ക് കിടന്നാൽ കുഴപ്പമില്ല, അമ്മയുള്ള കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അമ്മ നോക്കുമല്ലോ, അപ്പോൾ വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഇനി അങ്ങനെ പറ്റില്ലല്ലോ, നമുക്ക് വയ്യെങ്കിലും നമ്മൾ ചെയ്തേ പറ്റൂ. പിന്നെ എന്നെ ഇവർ ഒരുപാട് സപ്പോർട്ട് ചെയ്യലുണ്ട് കേട്ടോ. ഏട്ടനാണെങ്കിലും കുഞ്ഞൂസിനാണെങ്കിലും ഇന്നത് വേണം അങ്ങനത്തെ നിർബന്ധങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അവർ എന്താണെങ്കിലും ഇപ്പം ഇന്ന് കുഴപ്പമില്ല, ഇന്ന് കഞ്ഞി മതി, ചമ്മന്തി മതി, അച്ചാർ മതി എന്നൊക്കെ പറഞ്ഞ് അവർ ഒപ്പിക്കും കേട്ടോ. ഇന്ന് ഉച്ചത്തേക്ക് തന്നെ ഏട്ടൻ പറഞ്ഞു നമുക്ക് കഞ്ഞിയും ചമ്മന്തിയാക്കി ഇന്ന് വേറെ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ടെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമുക്ക് എന്താ പറയുക, അങ്ങനെ കിടക്കാൻ തോന്നൂല. നമ്മുടെ പണികളെല്ലാം ഒരുങ്ങിയിട്ട് കിടക്കുന്നതും എല്ലാ പണികളും അവിടെ വലിച്ചു വാരിയിട്ട് കിടക്കുന്നത് അത് തമ്മിൽ വ്യത്യാസമില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ കിടക്കാൻ പറ്റാറില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എല്ലാവർക്കും ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ രാവിലെ ഏട്ടൻ അങ്ങനെ മുട്ട കഴിക്കാത്തതാണ്. ഇപ്പോൾ കുഞ്ഞൂസും കൂടെ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് എന്തായാലും സാറിൽ നമുക്ക് ഇന്നൊരു മുട്ട രാവിലെ കഴിക്കാൻ. ഏട്ടൻ രാവിലെ മുട്ട കഴിക്കുന്ന അത്ര ഇഷ്ടമല്ല കേട്ടോ. കുഞ്ഞൂസിനും രാവിലെ പോകുമ്പോൾ അങ്ങനെ ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ അങ്ങനെ മുട്ട കൊടുത്ത് വിടാറില്ല. ചിലപ്പോൾ ഗ്യാസിൻ്റെ എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് പേടിച്ചിട്ട് കൊടുക്കലില്ല. ആൾക്ക് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞൂസിന് മാത്രമേ പാലൊഴിച്ച ചായ ഉള്ളൂ. ഞങ്ങൾ രണ്ടും കട്ടൻ ചായയാണ്. രാവിലെ ഞങ്ങൾ പാലൊഴിച്ച ഒരു കാപ്പി കുടിക്കലുള്ളതാണ്. അപ്പോൾ ആ ഒരു ഗ്ലാസ് മാത്രമേ കുടിക്കുള്ളൂ കേട്ടോ. ബാക്കി സമയങ്ങളിൽ കട്ടൻ ചായയാണ്. ചായ പൊതുവേ കുറവാണ്. രാവിലെ ഇങ്ങനെ എന്തെങ്കിലും കഴിക്കുമ്പോൾ എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല കേട്ടോ, ചായ തന്നെ വേണം. അപ്പോൾ എനിക്ക് രാവിലത്തെ ഫുഡ് കഴിച്ചിട്ട് വേണം കേട്ടോ പിന്നെ മരുന്ന് എന്തെങ്കിലും കഴിക്കാനായിട്ട്. കാരണം ചെറിയൊരു പനി വരുന്ന പോലെയുണ്ട്. നമ്മളിങ്ങനെ ശരീരം അനങ്ങുമ്പോൾ പറ്റാതെ വരുന്ന പോലെ ഒരു ഫീലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓക്കെ ആവുമല്ലോ. മരുന്ന് കഴിച്ച ഒരു അരമണിക്കൂർ, അത് കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആവും കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം മുതലേ വ്ളോഗ് ഇടുന്ന സമയത്ത് എനിക്ക് വരുന്ന കമന്റ് ആണ് കേട്ടോ, ചേച്ചി ഡെയിലി കുളിച്ചിട്ട് മാത്രമേ അടുക്കളയിൽ കയറുള്ളൂ, അങ്ങനത്തെ നിർബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു നിർബന്ധങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ ഇവിടെ. പിന്നെ എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ രാവിലെ കുളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ മഴയും കൂടിയല്ല, അപ്പോൾ ഞാൻ രാവിലെ കുളിച്ചാൽ പ്രശ്നമില്ല. ചൂട് സമയത്തൊന്നും ഞാൻ ഒരിക്കലും രാവിലെ കുളിക്കില്ല കേട്ടോ. കാരണം പിന്നെ നമുക്ക് വേർത്ത് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമല്ലോ. ഞാൻ 2 നേരം കുളിക്കും, രാവിലെയും കുളിക്കും വൈകുന്നേരവും കുളിക്കും. മുടി ഒരു നേരം മാത്രമേ കഴുകാറുള്ളൂ കേട്ടോ. പിന്നെ ഹെയർ കെയർ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ വൈകിട്ടാണ് കുളിക്കുക. കാരണം ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്യുമ്പോഴാണല്ലോ പാക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കുളിച്ചിട്ട് വന്നിട്ട് പാക്ക് ഇടാൻ വേണ്ടി പറ്റൂലല്ലോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഹെയർ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യാത്തതുകൊണ്ടാണ് രാവിലെ കുളിച്ചിട്ട് അടുക്കളയിൽ കയറുന്നത്. അങ്ങനെ കുളിച്ചിട്ടേ അടുക്കളയിൽ കയറാൻ പാടുള്ളൂ. അങ്ങനത്തെ ഒരു നിർബന്ധങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ വയ്യാത്തതുകൊണ്ട് കുളിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഈ ഒരു കോലത്തിൽ കാണുമ്പോൾ എന്താ വെച്ചാൽ ഒരു സുഖമില്ലാത്ത മട്ടം എപ്പോഴും കാണും. ആ വീഡിയോയിൽ കാണുമ്പോൾ ഒരു ഇതില്ല. അതുകൊണ്ടാണ് ഞാൻ രാവിലെ കുളിച്ചിട്ട് അടുക്കളയിൽ കയറുന്നത് കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി കേട്ടോ. അപ്പോൾ ഞാനിത് വേറെ ഒന്നുമല്ല, ഞാനിവിടെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ കസിൻ സിസ്റ്ററാണ്. അപ്പോൾ ഇടയ്ക്ക് വിളിക്കും കേട്ടോ. നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പണിയെടുക്കുന്ന സമയത്ത് എനിക്ക് ആരെങ്കിലും ഫോണിലുണ്ടെങ്കിൽ വീഡിയോ കോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫോണിൽ സംസാരിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഞങ്ങളെ പണികൾ വേഗം നടക്കും. ചെയ്യാൻ ഉദ്ദേശിക്കാത്ത പണി പോലും നമ്മൾ ഫോൺ വിളിച്ച് കഴിയുമ്പോൾ ചെയ്യും കേട്ടോ. അപ്പോൾ കുറച്ച് സമയം അവളുമായിട്ട് വീഡിയോ കോളൊക്കെ ചെയ്തു. ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഓരോ രസങ്ങൾ. അപ്പോൾ അടുക്കളയൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും വൈകിയ സ്ഥിതിക്ക് രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞ ഉടനെ തന്നെ ഇരിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല കേട്ടോ. ഇനി ഉച്ചത്തേക്കുള്ളത് വേഗം ചെയ്യണം. ഇപ്പോൾ ചോറിന് വെള്ളം വെച്ച് വെള്ളം തിളച്ച് അരി ഇട്ടാൽ ഉച്ചയൊക്കെ ഒരു 1:30-2 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചോറൊക്കെ ആവുള്ളൂ. അപ്പോൾ ഞാൻ വേഗം ചോറിന് വെള്ളം വെച്ചു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ പനിക്കുള്ള മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ, ഫസ്റ്റത്തെ വീഡിയോയിലാന്ന് തോന്നുന്നു കേട്ടോ, ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അജി എത്ര സിമ്പിളായിട്ടാണ് തീ പിടിപ്പിക്കുന്നത്, എങ്ങനെയാണ് തീ പിടിപ്പിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത്ര സിമ്പിളായിട്ടൊന്നും അല്ല കേട്ടോ തീ പിടിപ്പിക്കുന്നത്. നമ്മൾ വീഡിയോ കട്ട് ചെയ്ത് കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ്. പിന്നെ എന്താ വെച്ചാൽ ഓല എടുത്ത് വെക്കും കേട്ടോ. ഓല എന്ന് പറഞ്ഞാൽ നമ്മുടെ തെങ്ങോലയില്ലേ, തെങ്ങോല പിന്നെ വെയിലുള്ള സമയത്ത് മഴക്കാലത്തേക്ക് ഇങ്ങനെ കെട്ടാക്കി എടുത്ത് വെക്കും കേട്ടോ. ഞാനല്ല, മെയിനായിട്ട് അമ്മയാണ് എടുത്ത് വെക്കുന്നത്. അമ്മ എടുത്ത് വെച്ച കെട്ടുന്ന ഞാനൊരു കെട്ടും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഓല ഉണ്ടെങ്കിൽ പെട്ടെന്ന് തീ പിടിക്കും കേട്ടോ. പിന്നെ വിറക് കീറുന്ന സമയത്ത് ചെറിയ ചെറിയ പൊടി വിറകുകൾ ഉണ്ടാവില്ലേ, അത് ഞാൻ എടുത്തു വെക്കും. അപ്പോൾ അതുണ്ടെങ്കിൽ വേഗം പിന്നെ തീ പിടിച്ച് കിട്ടും. പിന്നെ ഞങ്ങൾ മണ്ണെണ്ണയൊന്നും ഒഴിക്കലില്ല കേട്ടോ. ഞങ്ങൾക്ക് മണ്ണെണ്ണ കിട്ടലില്ല. കാരണം കിട്ടലില്ല എന്നല്ല, ഞങ്ങൾക്ക് റേഷൻ കാർഡൊന്നും ശരിയായിട്ടില്ല. അപ്പം അങ്ങനെ മണ്ണെണ്ണയൊന്നും ഇല്ല. ഞാൻ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചിട്ടും ഇല്ല കേട്ടോ ഇതുവരെ. അപ്പോൾ ഞാൻ ആ ഒരു പൊടി വിറകും പിന്നെ ഓലയും വെച്ചിട്ടാണ് കേട്ടോ വേഗം തീ പിടിപ്പിക്കുക. പിന്നെ നല്ല ഉണങ്ങിയ വിറകാണ് കേട്ടോ. അപ്പോൾ കീറുവിറകും കൂടി ആകുമ്പോൾ വേഗം തീ പിടിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞാൻ തീ പിടിപ്പിക്കുന്നത്. പിന്നെ വെള്ളം കുടിയുടെ കാര്യം, പിന്നെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഒട്ടും ഞാൻ വെള്ളം കുടിക്കൂല കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് കുപ്പിയിൽ വെച്ചിരിക്കുന്നതാണ്. അപ്പം ഞാൻ കുടിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞൂസും അതിൻ്റെ ഇടയിൽ വന്നതാണ് കേട്ടോ. പിന്നെ ശബ്ദം ഇങ്ങനെ ആയതുകൊണ്ട് എനിക്കൊന്നും കറക്റ്റായിട്ട് സംസാരിക്കാൻ കിട്ടുന്നില്ല. പിന്നെ ഏട്ടന് കുറച്ചും കൂടി ചൂട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ചൂടാക്കി കൊടുത്തു കേട്ടോ. പിന്നെ കുഞ്ഞൂസിനും നല്ല അലർജിയുടെ പ്രശ്നം ഉണ്ടാവുകൊണ്ട് തണുത്ത വെള്ളം ഞാൻ അങ്ങനെ കൊടുക്കൂല കേട്ടോ. പക്ഷേ എനിക്ക് തണുത്ത വെള്ളമാണ് ഇഷ്ടം. ഇപ്പോൾ തീരെ പറ്റാത്തതുകൊണ്ട് കുറച്ച് ചൂടാക്കിയിട്ട് കുടിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഉച്ചത്തേക്കുള്ള കറി പരിപാടിയാണ്. നമ്മുടെ കാര്യം ഇങ്ങനെ തന്നെയാണില്ലേ, രാവിലത്തെ കഴിഞ്ഞാൽ പിന്നെ ഉച്ചത്തെ കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്തെ, പിന്നെ രാത്രിയത്തെ, പിന്നെ ഈ ഒരു സെയിം റുട്ടീൻ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ
എനിക്ക് ചെറുങ്ങനെ ബോറടിക്കും കേട്ടോ. എല്ലാവർക്കും അങ്ങനെ ബോറടി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ബോറടിക്കും. ഇങ്ങനെ ഇത് തന്നെ സെയിം നമ്മൾ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബോറടിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചത്തേക്ക് ഇനി വേറെ വലുതായിട്ട് സാമ്പാറൊക്കെ വെക്കാനുള്ള കഷ്ണങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ സാമ്പാർ വെക്കുന്നില്ല കേട്ടോ. സാമ്പാർ കൂട്ടി കൂട്ടി സത്യം പറഞ്ഞാൽ മടുത്തു. അപ്പോൾ ഇന്ന് രസം ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്. ഏട്ടന് രസം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സുഖമില്ലാത്ത സ്ഥിതിക്ക് കുറച്ച് കുരുമുളകൊക്കെ ഇട്ടിട്ട് വെക്കുകയാണെങ്കിൽ തൊണ്ടയ്ക്കൊക്കെ ഒരു സുഖം കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് രസമാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയാണോ രസം വെക്കുന്നതെന്ന് അറിയില്ല. ഞാൻ എപ്പോൾ രസം വെച്ചാലും ഉണ്ടല്ലോ ഇങ്ങനെ കുറുങ്ങിയ രസമായിട്ട് ഇരിക്കും കേട്ടോ. കുറച്ച് ലൂസായിട്ടാണ് എല്ലാവരും രസം വെക്കുമ്പോൾ ഞാൻ കാണുന്നത്. പക്ഷെ എന്താണെന്നറിയില്ല, കുറുങ്ങിയതാണ്. പക്ഷെ ഞാൻ ലൂസാക്കുമ്പോൾ വലിയ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കുറുങ്ങിയതാകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വെക്കും കേട്ടോ. ആദ്യം തക്കാളിയും പച്ചമുളകും ഒന്ന് ഉപ്പിട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെക്കും. പിന്നെ അതിനകത്തേക്ക് പുളിവെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ നമ്മൾ എന്താ പറയുക ചെറിയുള്ളിയും വെളുത്തുള്ളിയും ജീരകവും അതെല്ലാം കൂടി ഇട്ട്, ജീരകവും കുരുമുളകും എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ അരച്ചെടുക്കും. അത് എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയിട്ട് ഇത് അതിനകത്തേക്ക് ചേർക്കും. അങ്ങനെയാണ് കേട്ടോ ഞാൻ രസം ഉണ്ടാക്കുക. രസപ്പൊടി ഇല്ല, പിന്നെ കുറച്ച് കായം ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്കിങ്ങനെ ബോറടിക്കുന്നുണ്ടെന്ന്. എല്ലാവർക്കും ഇങ്ങനെ ബോറടിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഇങ്ങനെ കാലങ്ങളായിട്ട് ഇങ്ങനെ ചെയ്യുന്നവരൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു ദിവസം ചെയ്ത് തന്നെ അടുത്ത ദിവസം പിന്നെയും വെക്കുക, കഴുകുക, കഴിക്കുക, വെക്കുക, കഴുകുക, കഴിക്കുക. ഇത് തന്നെയാണ് കേട്ടോ സെയിം റൂട്ടീൻ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ബോറടിച്ച് തുടങ്ങി കേട്ടോ. പിന്നെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെയായിട്ട് ഞാൻ പറഞ്ഞല്ലോ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 11ാമത്തെ വർഷമാണ് കേട്ടോ. ഈ ആഗസ്റ്റ് മാസം വന്ന 11 വർഷം. ഇതുവരെയായിട്ട് ഞാൻ ഇതുവരെ ഏറ്റെടുത്ത് ഞാനെല്ലാം എന്താ പറയുക രാവിലെ എന്തുണ്ടാക്കണം, ഉച്ചയ്ക്ക് എന്തുണ്ടാക്കണം, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടേ ഇല്ല. ഈ ഒരു മാസമായിട്ടാണ് കേട്ടോ ഞാനിത് ഏറ്റെടുത്ത് ചെയ്യുന്നത്. അപ്പോൾ തന്നെ എനിക്ക് ബോറടിച്ച് തുടങ്ങി. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ ആലോചിക്കുകയാണ് സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഇതൊരു ബോറടി ഉണ്ടാവില്ലേ എന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഇങ്ങനെ കുക്കിംഗ് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആരോ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു പെണ്ണായിട്ട് പോലും ഇങ്ങനെ പിന്നെ കുക്കിംഗ് അറിയില്ല എന്ന് പറയാൻ നാണമില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. കാര്യം എന്താ വെച്ചാൽ ഒരു കുക്കിംഗ് അറിയില്ല എന്ന് പറയുന്ന അത്ര മോശപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എനിക്ക് ഒട്ടും അറിയില്ല, ആരെങ്കിലും എനിക്ക് വെച്ച് തന്നാലേ കഴിക്കുള്ളൂ, അങ്ങനെ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഒരാൾ വന്ന ഭക്ഷണം വെച്ച് കൊടുക്കാനും എനിക്ക് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനൊക്കെ എനിക്കറിയാം. പിന്നെ ഇതിനകത്ത് ഞാൻ എക്സ്പേർട്ട് അല്ല എന്ന് മാത്രമേ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ കാര്യത്തിൽ ഞാൻ അതിലൊരു എക്സ്പേർട്ട് ആവാതിരുന്നതും എനിക്ക് എക്സ്പീരിയൻസിൻ്റെ കുറവ് വരാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ കല്യാണം കഴിച്ച ഒരാളാണ്. ഒരു 19ാം വയസ്സിൽ കല്യാണം കഴിച്ച ഒരാളാണ്. ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴായിരുന്നു കേട്ടോ എൻ്റെ കല്യാണം. അപ്പോൾ ആദ്യം കല്യാണത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയാലോ നമ്മളിപ്പോൾ എന്തായാലും വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യില്ലല്ലോ. നമ്മൾ അമ്മമാരെ ഹെൽപ്പ് ചെയ്യുക അങ്ങനെ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. എനിക്ക് കല്യാണം കഴിഞ്ഞ് വന്നിട്ടും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ അരിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. നമ്മുടെ കാര്യത്തിൽ ഞാൻ വിട്ടു പോകുന്നുണ്ട്. അപ്പം ഞാൻ പിന്നെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് പഠിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ കുക്കിംഗ് ഒന്നും ചെയ്യേണ്ട വന്നിട്ടില്ല. അമ്മ അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യും. അമ്മേനെ ഹെൽപ്പ് ചെയ്താൽ മാത്രം മതി. കല്യാണം കഴിഞ്ഞ് വന്ന് 2 വർഷം ഞാൻ ഇവിടെ വന്നിട്ടാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ എനിക്ക് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കുട്ടിയൊക്കെ ആയി കഴിയുമ്പോൾ അറിയാലോ നമ്മൾ കുറച്ച് തിരക്കായിരിക്കും. പിന്നെ വീട്ടിൽ അങ്ങനെ ഏറ്റെടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അമ്മ വീട്ടിൽ തന്നെയുണ്ട്. അമ്മേനെ ഹെൽപ്പ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എനിക്കങ്ങനെ നാളെ എന്ത് വെക്കണം അങ്ങനെയുള്ള ടെൻഷൻ്റെ കാര്യങ്ങളോ ഒന്നുമില്ല. അമ്മ ഇന്ന് ഇത് വെച്ചാൽ പോരേന്ന് ചോദിക്കുമ്പോൾ അത് ആന്ന് മാത്രം പറഞ്ഞാൽ മതി, വേറെ ഒന്നുമില്ല. പിന്നെ അമ്മേനെ കൂട്ടത്തിൽ നിന്ന് ഹെൽപ്പ് ചെയ്താൽ മാത്രം മതിയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒന്നാമത് ഭക്ഷണം വെക്കുന്ന കാര്യത്തിൽ ഞാൻ ബാക്കോട്ടായി പോയത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുഞ്ഞൂസിന് ഒരു 2 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ അതിൻ്റെ തിരക്കിലായിട്ടോ. പിന്നെ എനിക്ക് എൻ്റെ ജോലിയുടെ കാര്യത്തിൽ കൂടുതലും ഞാൻ അത് തന്നെയായിരിക്കും. എനിക്ക് രാവിലെ ഒരു ദിവസം 1-2 വീഡിയോസൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അമ്മേനെ ഹെൽപ്പ് ചെയ്യും. കുക്ക് ചെയ്യാൻ നിന്നില്ലെങ്കിലും ഞാൻ അതിൻ്റെ ഇടയിൽ അമ്മേനെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ മാത്രമായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു എങ്ങോട്ടേക്കൊക്കെ പോയി അതിൻ്റെ ഇടയിൽ എൻ്റെ രസം റെഡി ആയിട്ടോ. ഞാൻ അതിനകത്ത് ലാസ്റ്റ് പിന്നെ കടുക് വറുത്തിട്ട് പിന്നെ മല്ലിയിലയും കൂടി ഇട്ടപ്പോൾ എൻ്റെ രസം റെഡി ആയിട്ടുണ്ട്. രസം വെച്ച് കഴിഞ്ഞപ്പോൾ ക്യാബേജ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെച്ചാൽ അത് വേഗം ഒന്ന് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. ഈ ക്യാബേജിൻ്റെ ബാക്കി ഭാഗമില്ലേ അത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ബർത്ത്ഡേ വ്ളോഗിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ തോരൻ വെച്ചതായിരുന്നു കേട്ടോ. അന്ന് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ വേഗം ഞാൻ ക്യാബേജ് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു, നമ്മൾ കല്യാണം കഴിഞ്ഞു യൂട്യൂബിലേക്ക് വന്നില്ലേ. അപ്പോൾ യൂട്യൂബിലേക്ക് വന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ജോലിയുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മേനെ ഹെൽപ്പ് ചെയ്യുക മാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് താമസമൊക്കെ മാറിയതിന് ശേഷമാണ് ഞാനിങ്ങനെ കുക്കിങ്ങിൽ കൂടുതലായിട്ട് ഇതാക്കി. എന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും കുക്കിംഗ് അറിയാത്ത കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് അവർ കമൻറ്റ് ഇട്ടതിൽ എനിക്ക് വിഷമം തോന്നിയില്ല. പക്ഷെ അവരതിനകത്ത് പറഞ്ഞൊരു വേർഡുണ്ട്, പെണ്ണായിട്ട് പോലും അങ്ങനെ പറഞ്ഞു കേട്ടോ. പെണ്ണായിട്ട് പോലും നിങ്ങൾക്ക് കുക്കിംഗ് അറിയില്ല എന്ന് പറയുന്നതിൽ നാണക്കേടില്ലേ എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പെണ്ണായിട്ട് എന്ന് പറയുന്നതിൽ എനിക്ക് താല്പര്യമില്ല കേട്ടോ. കാരണം കുക്കിംഗ് പെണ്ണുങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എല്ലാവർക്കും ബേസിക് ആയിട്ട് കുക്കിംഗ് അറിഞ്ഞിരിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് വയ്യെങ്കിൽ പോലും പിന്നെ ഒരാൾ അല്ലെങ്കിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും നമ്മളിങ്ങനെ മോട്ടിവേഷൻ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് ഒരുപാട് പേര് ഇങ്ങനെ പറയുമല്ലോ, നമ്മൾ പിന്നെ അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം, ആണുങ്ങളും പെണ്ണുങ്ങളും തുല്യതയായിരിക്കണം, അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ. അപ്പോൾ എനിക്ക് അപ്പോൾ ഒക്കെ തോന്നിയിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പ്രിവിലേജ് ഉള്ള ആൾക്കാർക്ക് അതിങ്ങനെ പറയുമ്പം
അതൊക്കെ പോസിബിൾ ആണ്. പക്ഷെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് സാധാരണ രീതിയിൽ നാട്ടുമ്പുറത്തൊക്കെ കഴിയുന്നവർക്ക് ഇതൊന്നും ഒട്ടും പോസിബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പം ഇപ്പം നമ്മുടെ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്ന ഒരാളാണ്, നമ്മൾ വെറുതെ വീട്ടിലിരിക്കുന്ന ഒരാൾ, വെറുതെ അല്ല, നമ്മുടെ വീട്ടു ജോലി ഉണ്ട്, അത് വേറെ കാര്യം. നമ്മൾ ജോലിയൊന്നും ഇല്ലാതെ നമുക്ക് ഏണിങ്സും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ വീട്ടിലിരിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മൾ തുല്യരാണ്, നിങ്ങളും വീട്ടിലെ പണിയെടുക്കണം, നമുക്ക് ഒരിക്കലും അവരോട് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പം നമുക്കിവിടെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ, അതിൽ നിന്നൊരു ഏണിങ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം നമുക്ക് മാറ്റാവുന്നേ ഉള്ളൂ കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ബർത്ത്ഡേ വ്ളോഗ് ചെയ്ത സമയത്ത് പിന്നെ എന്നോട് കുറേ കമൻറ്റുകൾ കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി കേട്ടോ. അജീനെ പോലെ എനിക്കും ബർത്ത്ഡേ ആഘോഷിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് വീട്ടിൽ അത് ചെയ്യാനുള്ള സാഹചര്യം ഇല്ല, എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, എനിക്ക് ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല, ഏണിങ്സ് ഇല്ല, അപ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒരിക്കലും അങ്ങനെ എനിക്ക് ജോലിയില്ല, ഞാൻ വീട്ടിലിരിക്കേണ്ട ആളാണെന്ന് വെച്ചാൽ ഒരിക്കലും അങ്ങനെ ഒതുങ്ങിക്കൂടരുത്. നമ്മുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലി, ഇന്ന ജോലി സർക്കാർ ജോലി വേണം, യൂട്യൂബ് വേണം, അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ജോലിയാണോ ചെയ്യാൻ പറ്റുക അത് നിങ്ങൾ ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്കൊരു ഏണിങ്സും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഉറപ്പായിട്ടും മാറും കേട്ടോ. പിന്നെ എനിക്ക് ആ കമന്റ് പറഞ്ഞവരോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് കുക്കിംഗ് അറിയില്ല എന്നൊരു മോശമായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാണ്, ഞാൻ കുക്കിംഗ് അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിലും കൂടുതൽ അച്ചീവ്മെന്റ്സ് ഞാൻ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ലൈഫിൽ ഞാൻ നേടിയെടുത്തിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ടൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരാൾ വീട് വെക്കുക എന്ന് പറയുന്നത് അയാളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യമല്ലേ. അപ്പോൾ എൻ്റെ ലൈഫിൽ ഈ ഒരു യൂട്യൂബ് വരുമാനം കൊണ്ട് മാത്രം ഞങ്ങൾ പണിത ഒരു വീടാണിത്. വേറെ ലോൺ എടുക്കുകയോ വേറൊരാളുടെ സഹായം തേടുക, ഒരാളുടെയും സഹായം തേടാതെ എനിക്കത് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റൂടെ, ഞങ്ങളുടെ യൂട്യൂബ് റവന്യൂ കൊണ്ട് മാത്രം ഞങ്ങൾ പണിത ഒരു വീടാണെന്ന് എനിക്ക് പറയുന്നതിൽ എനിക്ക് ഒരു ഇതുമില്ല കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ ഓരോ പണികൾ ചെയ്യുന്ന വീഡിയോസ് ചെയ്യുന്നത്, ഞാൻ ഒരിക്കലും ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യണം, ഇങ്ങനെ നിങ്ങൾ അടുക്കളയിൽ ഒതുങ്ങിക്കൂടണം, അങ്ങനെ അത് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമേ അല്ല കേട്ടോ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനിത് ചെയ്യുന്നത് എൻ്റെ ഒരു ജോബായിട്ടാണ്. ഞാനിപ്പോൾ യൂട്യൂബിൽ ഞാൻ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു, യൂട്യൂബിൽ ഇടുന്നു, നിങ്ങളത് കാണുന്നു, അതിലൂടെ എനിക്കൊരു ഏണിങ്സ് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു ജോബാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് പിന്നെ എന്താ പറയുക, അടുക്കളയിൽ മാത്രം ഒതുങ്ങണം, പെൺകുട്ടികൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് വെച്ചിട്ട് അത് ഇൻസ്പയർ ചെയ്തിട്ട് അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ നിങ്ങൾ നിൽക്കരുത്. ഞാൻ ചെറിയ കുട്ടികളോടാണ് കേട്ടോ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസമൊക്കെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അജി പിന്നെ ചേച്ചീനെ ഇങ്ങനെ കാണുമ്പോൾ വേഗം കല്യാണം കഴിക്കാൻ തോന്നുന്നു, ഇങ്ങനെ ഒരു ഫാമിലി ആയിട്ട് വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിരിക്കാൻ തോന്നുന്നു എന്ന് പറയുന്നവരോടാണ് കേട്ടോ ഞാൻ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ മക്കളൊന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിയുന്ന, എല്ലാ സിറ്റുവേഷൻസും അറിയുന്ന തന്നെയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു ജോലിയോ ഏണിങ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സ്മൂത്ത് ആയിട്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പരമാവധി അങ്ങനെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ സ്വന്തം കല്ല് നിൽക്കാൻ നോക്കുക കേട്ടോ. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ടൊരു ഏണിങ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് സ്മൂത്ത് ആയിട്ട് പോകും കേട്ടോ. ഞാനിതെൻ്റെ അനുഭവം കൊണ്ടാണ് പറയുന്നത്. അതിൻ്റെ ഇടയിൽ ഞാനിവിടെ ചോറ് ഊറ്റി അതിൻ്റെ ഇടയിൽ കുളിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പായിട്ടാണ് കേട്ടോ ഞാൻ ബാത്റൂമൊക്കെ ഒന്ന് തേച്ച് കഴുകുക. ബാത്റൂം ഡെയിലി തേക്കാതെ ഇവിടെ പറ്റൂല കേട്ടോ. ബക്കറ്റും കാര്യങ്ങളൊക്കെ തേച്ച് വേണം, കാരണം ഇവിടെ കുഴൽക്കിണർ വെള്ളമാണ്. അപ്പോൾ വെള്ളത്തിൽ നല്ല കല്ലുപൊടി ഉണ്ടാവും കേട്ടോ. നമ്മളിങ്ങനെ തേക്കാതെ ഇട്ട് തരുന്ന വെള്ള പാട് പോലെ ബക്കറ്റുകളിലും കാര്യങ്ങളിലൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇന്ന് ഇതൊന്നും ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചതല്ല, എനിക്ക് ഒട്ടും വയ്യായിരുന്നു. പക്ഷെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി പറ്റൂലല്ലോ. അപ്പം ഞാൻ വേഗം കുളിക്കാൻ വെള്ളമൊക്കെ വെച്ചിട്ട് ഞാൻ വേഗം ബാത്റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം കഴുകിയെടുത്തു. പറഞ്ഞ് ഞാൻ കുറച്ച് ഇമോഷണൽ ആയി പോയി കേട്ടോ. ഒന്നാമത് ജലദോഷം, അതിൻ്റെ കൂടെ ശബ്ദത്തിൻ്റെ വിറയലും എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഉച്ച കഴിഞ്ഞിട്ടുള്ള നമ്മുടെ വ്ളോഗിൽ ചോറും കറി ആയതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. ബാത്റൂമിൽ എത്തിയപ്പോഴാണ് ഞാൻ നോക്കുന്നത് ഞാൻ എവിടെയാണ് എത്തിയെന്നുള്ളത്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളിൽ എനിക്ക് വിഷമമുണ്ട് കേട്ടോ. എന്താ വിഷമമല്ല, പിന്നെ ഇങ്ങനെ അടുക്കളയിൽ ഒതുങ്ങി അങ്ങനെ സങ്കടം എന്നോട് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ട്. കാരണം നമ്മുടെ അനുഭവമാണ്. എൻ്റെ ലൈഫിലും എനിക്ക് ലൈഫിൽ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു ജോലിയും അതിൽ നിന്ന് ഏണിങ്സും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തന്നെയാണ് എൻ്റെ ലൈഫും മാറിയത്. അപ്പോൾ നിങ്ങളുടെ ലൈഫും അങ്ങനെ മാറണം എന്നുണ്ടെങ്കിൽ നമുക്ക് തുടക്കത്തിൽ ഒരുപാട് പേര് എതിർപ്പുകളും കാര്യങ്ങളും ഉണ്ടാവും. ഏത് മേഖലയാണെങ്കിലും എതിർപ്പുകളും കാര്യങ്ങളും ഉണ്ടാവും. അത് നിങ്ങൾ മൈൻഡ് ആക്കരുത്. നമുക്ക് മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത രീതിയിൽ നമുക്ക് എന്ത് കാര്യം ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ കോൺഫിഡൻസ് ആയിട്ട് ചെയ്യുക. അതിൻ്റെ ഏണിങ്സും കാര്യങ്ങളും കിട്ടുമ്പോൾ നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞാൻ വേഗം കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് തല കഴുകുന്നില്ല എന്ന് വിചാരിച്ചു, പക്ഷെ ഞാൻ തല കഴുകിയിട്ടോ. തലക്കൊരു സുഖം കിട്ടട്ടെ എന്ന് വെച്ചിട്ട് തല കഴുകിയതാണ്. അപ്പോൾ ഇന്നലത്തെ സാമ്പാർ ഉണ്ടായിരുന്നു, അത് ചൂടാക്കി. പിന്നെ അമ്മ മമ്പയർ കറി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മമ്പയർ ഇങ്ങനെ പുളി വെക്കും അമ്മ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അമ്മ കുറച്ച് മമ്പയർ കറി തന്നിട്ടുണ്ട്. പിന്നെ രസം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കുറുകിയ രസമാണ്, പക്ഷെ എന്നാലും രസം ഉണ്ടായിരുന്നു. പിന്നെ ക്യാബേജ് തോരനും ഇതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ ഇന്നത്തെ ഉച്ചത്തെ ഭക്ഷണം. അപ്പോൾ ഞാൻ വേഗം ഭക്ഷണം കഴിക്കണം, കാരണം നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വിശന്നിട്ട് എനിക്ക് തളർന്നു ഇങ്ങനെ വിറ വരൂലേ, ആ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കുളി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 2:30 ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ.
ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴാണ് ഞാൻ സ്ഥിരമായിട്ട് ഒരു വെബ് സീരീസ് കാണുന്നുണ്ട് കേട്ടോ. വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് കേട്ടോ വെബ് സീരീസ് വരിക. ഹാർട്ട് ബീറ്റ്സ് എന്നാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ മുടങ്ങാതെ കാണുന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യം ബർത്ത്ഡേൻ്റെ തിരക്കിലൊക്കെ എനിക്ക് ആ വെള്ളിയാഴ്ച കാണാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഉച്ചയ്ക്ക് കുറച്ച് നേരം അതിരുന്ന് കാണുക കേട്ടോ. കുഞ്ഞൂസ് കാണുമൊന്നുമില്ല കേട്ടോ. ഇന്നിപ്പോൾ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ മാത്രം എൻ്റെ കൂടെ വന്നിരിക്കുകയാണ്. വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ആൾ ഇരിക്കുകയാണ് കേട്ടോ. ആൾക്ക് വലിയ ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇനി എനിക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ട് വീഡിയോസൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാം. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.